നാഗ്പൂർ കലാപത്തിന് ശേഷം മഹാരാഷ്ട്ര സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേഷനും അവിടുത്തെ മുനിസിപ്പൽ അതോറിറ്റിയും എടുത്ത ചില തീരുമാനങ്ങളാണ് കേരളത്തിലെ സുഡാപ്പികൾക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കുന്നു. ശരിക്കും കാണുക എന്താണ് ഉണ്ടായത്, എന്താണ് അവിടെ നടന്നത്. അതിനുശേഷം ഒരു തെറ്റായ രീതിയിൽ പ്രകോപനപരമായ ഒരു പ്രസംഗം ഒരുത്തൻ നടത്തുന്നു. അതിന് ബേസിക്കായിട്ട് ഈ സംഭവങ്ങളൊന്നും നടന്നു, എല്ലാം ഫാബ്രിക്കേറ്റഡ് ആയിട്ട് ഉണ്ടാക്കിയെടുത്ത ചില പടങ്ങൾ, അതായത് ചില പിക്ചേഴ്സ്. അത് വളരെ പ്രകോപനപരമായിട്ട് മൈനോറിറ്റി ഡെമോക്രാറ്റിക് പാർട്ടി എന്ന് പറഞ്ഞ അതിൻ്റെ നേതാവ് ഫഹീം ഖാൻ അദ്ദേഹം പ്രസംഗം നടത്തുന്നു. അതാണ് ഇതിൻ്റെ തുടക്കം. ഇതിവിടെ എവിടെയും തന്നെ ഹിന്ദുക്കളെ ഒരാൾ പോലും ഈ കലാപത്തിന് എവിടെയും പാർട്ടല്ല. സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പല ചലനങ്ങൾ നടക്കുന്നു. മുസ്ലിങ്ങളുടെ പെരുന്നാളാണ്, അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഫഹീം ഖാൻ നടത്തിയ പ്രസംഗം പിന്നീട് അത് സോഷ്യൽ മീഡിയയിൽ പോയി ഉണ്ടാക്കിയ പ്രശ്നം. അവിടെയുള്ള 15% നാഗ്പൂർ മുനിസിപ്പാലിറ്റിയിലുള്ള ആ സിറ്റിയിലുള്ള മുസ്ലിങ്ങൾ, പിന്നെ അവിടുന്ന് ദൂരെ നിന്ന് വന്ന മുസ്ലിം ഡോമിനേറ്റ് ആയ ചില വില്ലേജുകളുണ്ട്, അവിടുന്ന് വന്നവർ എല്ലാവരും കൂടെ ചേർന്ന് കലാപം കഴിച്ചു വിട്ടു. 33 പോലീസുകാരായിട്ട് പല പോലീസുകാരും DCP 3 ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് പോലീസ് ഉൾപ്പെടെയുള്ളവർ സീരിയസ് ആയിട്ട് ഇൻജുവേർഡായി. ഈശ്വര ഭാഗ്യത്തിന് ആരും കൊല്ലപ്പെട്ടില്ല. പക്ഷെ ഗവൺമെന്റ് തിരിച്ചു നടത്തിയ ആക്ഷൻ, ക്രാക്ക് ഡൗൺ എന്ന വാക്ക് ഉപയോഗിക്കുക, അതായത് ബുൾഡോസർ കൾച്ചർ കയറ്റിക്കൊണ്ടു. ഫഹീം ഖാന്റെ അൺഓതറൈസ്ഡ് ബിൽഡിംഗ് അത് ദൂരെ കളഞ്ഞു. കാരണം ഇവിടെയൊക്കെ BJP ഭരിക്കുന്നത്. അതിൻ്റെ ഒരു അസിഫ് എഞ്ചിനീയർ എന്ന് പറഞ്ഞ വേറെ ആ പാർട്ടിയുടെ മറ്റൊരു നേതാവ് അവൻ്റെ ഭാഗ്യമായിട്ട് ഇടിച്ചു കളഞ്ഞു. ഇത് ഗവൺമെന്റ് റിപ്പോർട്ട് ചെയ്യുന്നത്. റിപ്പോർട്ട് ചെയ്യാത്ത ഏകദേശം 60ഓളം ബിൽഡിംഗ് അടിച്ചു ദൂരെ കളഞ്ഞു. മനസ്സിലാക്കുക. എന്നിട്ട് ഗവൺമെന്റ് പറയുന്ന 100-120 പേരെ അറസ്റ്റ് ചെയ്തു. പക്ഷെ അറിയുവാൻ സാധിക്കുന്ന 250ഓളം പേരെ കസ്റ്റഡിയിലെടുത്തു. ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് ഏകദേശം കേരളത്തിലെ മറ്റേ SDPIക്കാരും PFI ബാനിന് സമയത്ത് നടത്തിയ ആക്രമണം നിങ്ങൾ കണ്ടു കാണും. അതേപോലെ തന്നെ ഇവർക്കെല്ലാവർക്കും എതിരെ 150-200 കോടിയുടെ നഷ്ടമാണ് ഗവൺമെന്റ് ചുമത്താൻ പോകുന്നത്. കാരണം അത്രയും കാലം ഈ പണം കൊടുത്തില്ലെങ്കിൽ അവരുടെ വീട്, വസ്തുക്കൾ മുഴുവനും ഗവൺമെന്റ് ഏറ്റെടുക്കും. അതായത് സ്വന്തം നാട്ടിൽ അഭയാർത്ഥികളെ പോലെ ആഹാരവുമില്ല, ഷെൽട്ടറില്ല. ഇതാണ് നിന്റെ കയ്യിലിരിപ്പ്. ഗാസക്കാരുടെ സ്ഥിതി അറിയാമല്ലോ, അതേപോലെ സ്ഥിതി നാഗ്പൂരിൽ മുസ്ലിങ്ങൾക്ക് വരാൻ പോവുകയാണ്. ഇതാണ് പൊട്ടന്മാരെന്ന് പറയുന്നത്. ഞാനെപ്പോഴും പൊട്ടന്മാരെന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം. നാഗ്പൂർ ആ ഭാഗത്ത് മുസ്ലിം ഏറിയയിൽ തൊട്ടടുത്ത വില്ലേജിൽ മുസ്ലിംസുള്ള ഒരൊറ്റ ഹോട്ടൽ തുറക്കാൻ പറ്റത്തില്ല. അതിൻ്റെ ലൈസൻസും ഗവൺമെന്റ്, മുനിസിപ്പാലിറ്റി, പഞ്ചായത്ത്, കാരണം മുനിസിപ്പാലിറ്റി കഴിഞ്ഞുള്ള പഞ്ചായത്ത് 3 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തു. കടകൾ ഉൾപ്പെടെ, കടകളിലെ മുസ്ലിം നടത്തുന്ന കടകൾ ഉൾപ്പെടെ സസ്പെൻഡ് ചെയ്തു. ഗവൺമെന്റ് ആക്ഷൻ എടുക്കാൻ തുടങ്ങി. എങ്ങനെയാണ് UP ഒതുക്കിയത്? സെയിം ആക്ഷൻ. മധ്യപ്രദേശിലോട്ട് സെയിം ആക്ഷൻ. അട്ടിച്ച് നശിപ്പിക്കാൻ തോന്നി. അടുപ്പിച്ച് നശിപ്പിക്കുക, മുഴുവന് ക്രാക്ക് ഡൗൺ ചെയ്യൂ. നിങ്ങളുടെ മദ്രസ അതിൻ്റെ ലൈസൻസ് എടുത്ത് കളഞ്ഞു. നിങ്ങളുടെ പള്ളികളുടെ ലൈസൻസ് എടുത്ത് കളയാൻ പോവാണ്. ഇതാണ് ഞാൻ ഈ പറയുന്ന മരമണ്ടൻ പൊട്ടന്മാര്. BJP അവിടെ ഭരിക്കുകയാണ്. BJP ആണ് ആ മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത്. പഞ്ചായത്തും അവിടെ BJP ആണ്. അവിടെ കയറി മാന്താൻ പോയതിന്റെ ശിക്ഷയാണ് കിട്ടുന്നത്. ഒരെണ്ണത്തെ പോലും ഇല്ലാതെ അതിനകത്ത് ഇവിടെയും പെടാത്ത മുസ്ലിങ്ങൾ പോലും പെട്ടു. ഇതാണ് സാധാരണ എല്ലായ്പ്പോഴും ഉണ്ടാകുന്ന ഈ പൊട്ടന്മാര് കാണിക്കുന്നതിന് ഒന്നും അറിയാത്ത മുസ്ലിങ്ങൾ. അവൻ നടത്തിയ ഫാക്ടറി തുറക്കാൻ പറ്റുന്നില്ല, അവൻ്റെ കടകള്, ഷോപ്പ്, അവൻ്റെ വ്യാപാരം, റോഡിൽ കൂടെ ഉന്തിയുള്ള കച്ചവടം അതുപോലും നടത്താൻ സമ്മതിക്കുന്നില്ല ഗവൺമെന്റ്. RSSകാരും BJP അല്ല, ഗവൺമെന്റ് സമ്മതിക്കുന്നില്ല. കാരണം തൊപ്പിയും വെച്ച് ഒരൊറ്റ ഒരുത്തിനെ കണ്ടുകൂടാ, ആ സ്ട്രീറ്റിലില്ല. എന്താ കാര്യം? എന്തിയാ പർദ്ദക്കാരും ചാക്ക് കെട്ടുകാരും അവിടെ കാണാനില്ലല്ലോ, എല്ലാവരും പോയല്ലോ, എവിടെ പോയി? ഇതാണ് സിമ്പിളായിട്ട് പറഞ്ഞ് വടി കൊടുത്ത് അടിമേടിച്ചു. വേണ്ടാത്ത കാര്യത്തിന്, പ്രകോപനപരമായിട്ട് ഒരു കാര്യവുമില്ലാത്ത വസ്തുതയ്ക്ക് കയറി ബഹളമുണ്ടാക്കി.
എല്ലാം ഭയങ്കര പ്രൊവൊക്കേഷൻ അല്ലയോ? കേരളത്തിലെ സുഡാപ്പികൾക്ക് ഇത് പാഠമായിക്കോണം. ഒരു സമയത്ത് വരാൻ പോകുന്ന ഇലക്ഷനിലൂടെ BJP വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ കേരളത്തിലും ഉണ്ടാകുമെന്ന് വെച്ചോളൂ. ഇതങ്ങനെ പോകുന്ന കാരണം അതിൻ്റെ പേരിൽ കേരളത്തിലെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരുമിച്ച് BJPക്ക് വോട്ട് ചെയ്യും. അതാണ് BJPയുടെ സക്സസ് സ്റ്റോറി ആകാൻ പോയത്. കാരണം നിങ്ങൾ മത തീവ്രവാദികളെക്കാൾ കഷ്ടമായിട്ടാണ് കേരളത്തിൽ പെരുമാറുന്നത്. നാഗ്പൂർ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആണ്. നിങ്ങൾ അറിയാവുന്നവരോട് ചോദിച്ചു, അവിടെ ഒരൊറ്റ മുസ്ലിങ്ങൾ തൊപ്പി വെക്കുന്നില്ല, ഒരൊറ്റ മുസ്ലിം താടി വെക്കുന്നില്ല. ഇതൊക്കെയുള്ള സ്വതന്ത്രമുള്ള ഒരു രാജ്യമായിരുന്നു. അവിടെ കയറി അനാവശ്യമായിട്ട് മേയാൻ പോയി. എവിടെ പോയി? അവിടെ ഒറ്റ ബംഗ്ലാദേശും ജോലിക്കാരവിടില്ല, എല്ലാം നാട് വിട്ട്, എല്ലാം പോലീസ് കസ്റ്റഡിയിലെല്ലാം ഓടുക. ഒരൊറ്റ അവിടെ തൊട്ടപ്പുറത്തുള്ള അടുത്തുള്ള സിറ്റികളിൽ ഒരൊറ്റ മുസ്ലിം ഫാമിലി പോലും ഇവന്മാർ വന്നിട്ട് ഇവരെ തിരിച്ചു ഓടിക്കുക. വേറെ ഓട്ടത്തോടോട്ടം. അതാ പറഞ്ഞ ഇന്ത്യ എന്ന് പറഞ്ഞ ബനാന റിപ്പബ്ലിക് അല്ല, ഇത് ഇസ്ലാമിക രാജ്യമല്ല, ഇത് ജനാധിപത്യ രാജ്യമാണ്. ഈ ജനാധിപത്യ രാജ്യത്തെ തൊടാൻ ശ്രമിച്ചവനൊക്കെ പൊള്ളിയിട്ടുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണോ? കോൺഗ്രസിന്റെ പ്രീണനമല്ല ഇത്. മനസ്സിലാക്കുക, BJP ആണ് ഇന്ത്യ ഭരിക്കുന്നത്. 3ാമത്തെ ടേമാണ്. ഈ 2-3 ടേം അതോട് നിങ്ങളൊക്കെ തീർത്ത് കളയും ഇന്ത്യയെന്ന്. മര്യാദയ്ക്ക് ജീവിച്ചോണം. നിങ്ങൾ പറഞ്ഞില്ലേ മര്യാദ മര്യാദ മര്യാദ. ഇവിടെയാണ്, നാഗ്പൂരാണ് ഇവിടുത്തെ സുഡാപ്പികൾക്ക് കിട്ടുന്ന കൃത്യമായ വാണി. വെരി കെയർഫുൾ, ബി കെയർഫുൾ. അനാവശ്യം ഒരൊറ്റ കാര്യത്തിൽ ഇടപെട്ടു പോകരുത്. നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്, ജനാധിപത്യമുണ്ട്, നിങ്ങൾക്കിവിടെ ബിസിനസ് നടത്താം, നിങ്ങൾക്കിവിടെ ജീവിക്കാം. നിങ്ങൾ ഇന്ത്യൻ സിറ്റിസണാണ്. വേണ്ടാത്ത കാര്യത്തിന് പ്രകോപനം ഉണ്ടാക്കരുത്. ഉണ്ടാക്കി കഴിഞ്ഞാൽ കടുത്ത ശിക്ഷയായിരിക്കും. നിനക്ക് സ്വന്തം നാട്ടിലും സ്വന്തം വീട് പോലും ഇല്ലാതായി. വീടുള്ളത് ഇടിച്ച് ഊരകളയെന്ന്. അവിടെ ആലോചിച്ച് നോക്ക്. നിങ്ങൾക്കവിടെ മദ്രസ പോലും അതിൻ്റെ ലൈസൻസ് ദൂരെ കളഞ്ഞു പലതിൻ്റെ. ഒരൊറ്റ മദ്രസ അധ്യാപകനെ പോലും കാണാനില്ല. എവിടെ പോയവരൊക്കെ? ഇതൊക്കെ ആരാ വരുത്തി വെച്ചത്? നിങ്ങൾ വരുത്തി വെച്ചു. അതാണ് പറയുന്നത്, ജനാധിപത്യ ഇന്ത്യ എന്ന് പറഞ്ഞ് വീണ്ടും ആവർത്തിക്കുന്ന ബനാന റിപ്പബ്ലിക് അല്ല, ഇത് താലിബാനല്ല. ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യമാണ്. ഇവിടെ ഫ്രീഡം ഓഫ് സ്പീച്ച് ഉണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. ഇവിടെ എല്ലാവർക്കും അനുഭവിക്കുന്ന പോലെ നിങ്ങൾക്കും അനുഭവിക്കാം. പക്ഷേ ഇന്ത്യയെ ചോദ്യം ചെയ്ത് ഇന്ത്യയെ ചലഞ്ച് ചെയ്യരുത്. ചലഞ്ച് ചെയ്താൽ ഈ അനുഭവം, നാഗ്പൂർ അനുഭവം, കേരളത്തിലും വരാനുള്ള സമയങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ BJP അധികാരത്തിൽ വന്നാൽ. കാരണം ഇത് കാണുന്ന ക്രൈസ്തവർക്കും ഹിന്ദുക്കൾക്കും പിടികിട്ടും അടുത്ത 2026 ഇലക്ഷൻ ഏത് രീതിയിൽ പെരുമാറണം. ഇതൊക്കെ ഒരു വാണിംഗ് ആണ്. ബേസിക്കലി കറക്റ്റ് മെസ്സേജാണ്. ഈ അബ്ദുള്ളയെ പോലെയും ഈ ഹമാസിന്റെ തീവ്രവാദികളെ സപ്പോർട്ട് ചെയ്യുന്നവരും അവർക്കും കിട്ടിയ വാണിംഗ് ആണ്. കേരള റിപ്പബ്ലിക്കൊന്നുമല്ല, കേരളം ഇൻഡിപെൻഡന്റ് സ്റ്റേറ്റ്, ഇന്ത്യയുടെ അകത്തുള്ള ആ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സ്റ്റേറ്റാണ്. പക്ഷെ ഒരു സ്റ്റേറ്റിന് എത്രാധികാരമേ ഉള്ളൂ. അത് കേന്ദ്രം ഭരിക്കുന്നവർക്കാണ് കൂടുതൽ അധികാരം. അതുമല്ല, കേരള റിപ്പബ്ലിക്കാണ് ഇസ്ലാമിക അൽ കേരളയാണെന്നൊക്കെ വിചാരിക്കുന്ന അബ്ദുള്ളയെ പോലെ, അതേപോലെ ദുൽഖർ സൽമാനെ പോലെ കുറച്ച് ബുദ്ധിജീവികൾ, കുറച്ച് വൃത്തികെട്ട മതചിന്തകന്മാരും ഇവിടുത്തെ ചില പത്രങ്ങളും ധരിക്കുന്നത് നിങ്ങളും തെറ്റാണ് ധരിക്കുന്നത്. ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തെ കാണിച്ചു കൊടുക്കും. അതിനുള്ള അവസരം കേരളത്തിലെ സുഡാപ്പികൾ ഉണ്ടാക്കി വെക്കരുത്. ഇത് നിനക്കുള്ള താക്കീതാണ്. നാഗ്പൂര് കറക്റ്റ് താക്കീതാണ്. UP നടന്നു, മധ്യപ്രദേശിൽ നടന്നു, ഇന്ത്യയുടെ പല സംസ്ഥാനത്ത് നടന്നു, ഹരിയാനയിൽ നടന്നു, ഡൽഹിയിൽ നടന്നു. ഒരു ദിവസം മഹാരാഷ്ട്ര വരെ എത്തി. അവിടുന്ന് ഈ കേരളത്തിലോട്ട് വരാൻ വലിയ സമയമൊന്നും എടുക്കത്തില്ല. അതാണ് പറയുന്നത് മര്യാദ. ഇന്ത്യക്കാരനായിട്ട് ജീവിക്കുക. ഇന്ത്യയിൽ വന്നിട്ട് ജീവിച്ചുകൊണ്ട് താലിബാനും ഇസ്ലാമിക രാജ്യം സ്വപ്നം കാണുന്നതിൻ്റെ അവസ്ഥ ഇത് തന്നെയായിരിക്കും അവന് ഫ്യൂച്ചർ ഉണ്ടാകാൻ പോകുന്നത്. അക്യുറേറ്റ് ആയിട്ട് പറയാം. അതായത് മാറി ചിന്തിക്കാൻ പഠിച്ചോളൂ. ഇതാണ് ഈ വീഡിയോയുടെ എക്സാക്റ്റ് ആയിട്ടുള്ള മെസ്സേജ്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ 2 ആഴ്ച കൊണ്ട് ഞാൻ നിങ്ങളോടൊരു കോൺട്രിബ്യൂഷൻ വേണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതിൻ്റെ വീഡിയോ റൺ ചെയ്തു ഈ വീഡിയോയുടെ അവസാനം. അപ്പം അതിനകത്ത് ചില പ്രശ്നങ്ങളുണ്ടായി. കാരണം ബാങ്കുകളുടെ ചില ലിമിറ്റ്, അതേപോലെ GPay, ഗൂഗിൾ പേ, UPIയുടെ ചില ലിമിറ്റ്. അപ്പം അതൊക്കെ റെക്ടിഫൈ ചെയ്തിട്ട് പുതിയ അക്കൗണ്ടും ഡീറ്റെയിൽസും അതേപോലുള്ള റെസ്ട്രിക്ഷൻസും ഉണ്ടാവുകയില്ല. വിദേശത്തുള്ളവർക്ക് കറണ്ട് അക്കൗണ്ടിൽ അയക്കാനുള്ള ബുദ്ധിമുട്ട്
അത് മാറ്റിയിട്ട് പേഴ്സണൽ അക്കൗണ്ട് ആയിട്ട് ഇടുന്നുണ്ട്. കൃത്യമായിട്ടൊരു കാര്യം പറയാം, ഓരോ രൂപയ്ക്കും അക്കൗണ്ടബിൾ ആണ് ഞാൻ ജനങ്ങളുടെ കയ്യിൽ നിന്നാണ് ഈ പണം സ്വരൂപിക്കുന്നത്. അജണ്ട ഒറ്റ സംഭവമേ ഉള്ളൂ. കേരളത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന മീഡിയ സംസ്കാരം, അതായത് ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി മത തീവ്രവാദ വിഭാഗക്കാർക്ക് വേണ്ടി ഇവിടുത്തെ ചാനലുകളും മീഡിയയും അവർ ഗെയിം കളിക്കുകയാണ്. നമ്മൾ മനോരമയുടെ കേസ് എടുത്ത് നോക്കുക, എന്താണ് അത് സംഭവിച്ചത്? മനോരമയിൽ നിന്നും ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലാണ് സംഭവം ഉണ്ടായത്. അപ്പം നമുക്കിത് പൊളിച്ചേ മതിയാവത്തുള്ളൂ. ഇപ്പോൾ എൻ്റെ കൂടെ സഹകരിക്കുക എന്നുള്ളത് മാൻഡേറ്ററി അല്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സഹായം 1 രൂപയാണെങ്കിലും അത് ബോണ്ടേജ് ആയിരിക്കും. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ വരാൻ പോകുന്ന സമയത്ത് ഇതൊരു 24 hours ന്യൂസ് ചാനലായിരിക്കും. നാഷണൽ പൊളിറ്റിക്സ്, നാഷണൽ ഇഷ്യൂസ്, അതേപോലെ തന്നെ കേരളത്തിൻ്റെ റീജിയണൽ കാര്യങ്ങൾ, ഇന്ത്യയുടെ ഓരോ ഭാഗത്തെയും കാര്യങ്ങൾ, ഇന്റർനാഷണൽ ജിയോ പൊളിറ്റിക്സ്. ഇപ്പം നല്ല കുറച്ച് ആൾക്കാരെ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അവരൊക്കെ എൻ്റെ കൂടെ ജോയിൻ ചെയ്യാൻ തയ്യാറാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് എനിക്കിങ്ങനെ ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട്, ക്രൗഡ് ഫണ്ടിങ്. ഒരു സ്പോൺസറും ഇല്ല, ഒരു അഡ്വർടൈസേഴ്സും ഇല്ല, ജനങ്ങളാണ് ഫണ്ട് ചെയ്യുന്നത്. ഉറപ്പായിട്ടും ഇത് കുറച്ച് കഴിയുമ്പോൾ ഇത് വലിയൊരു സംഭവം ഇന്ത്യയിലായിട്ട് മാറും. നിങ്ങൾക്ക് എൻ്റെ എക്സ്പീരിയൻസ് അറിയാം, 10-30 വർഷം ഈ ഫീൽഡിലുള്ള എക്സ്പീരിയൻസ് ആണ്. അപ്പം നല്ല ആൾക്കാർ, നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ, ദേശീയതയുള്ള ആൾക്കാർ ജോയിൻ ചെയ്യാൻ തയ്യാറാണ്, മൾട്ടിപ്പിൾ ലാംഗ്വേജിൽ. അതായത് നമ്മൾ മനസ്സിലാക്കുക, വരാൻ പോകുന്ന ദിവസങ്ങളിൽ കേരളത്തിൽ ഈ കാണിക്കുന്ന മീഡിയ സംസ്കാരത്തെ നമ്മൾ പൊളിച്ചടുക്കും ഇതിനെ തോലച്ചയാളായി. അപ്പം നിങ്ങൾ സഹകരിക്കുക. നല്ല ആൾക്കാരുണ്ടെങ്കിൽ തന്നെ, അതായത് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ എൻ്റെ കൂടെ സർവീസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക്, ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർക്കും എന്നെ വിവരം അറിയിച്ചാൽ ഞാൻ നിങ്ങളെ ട്രെയിൻ ചെയ്തെടുക്കുന്നതായിരിക്കും. അതായത് ഡെഡിക്കേറ്റഡ് ആയിരിക്കണം, ഇത് പഠിക്കണം, മനസ്സിലാക്കണം, എങ്ങനെ ചെയ്യണം. അതായത് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയാം, 1-2 കാര്യങ്ങൾ പറയാം. ഇപ്പം നല്ലൊരു റിപ്പോർട്ടിംഗ് ഉണ്ടായി, ഒരു സംഭവത്ത് പോയി റിപ്പോർട്ട് ചെയ്യണം. അതിനുവേണ്ടി ഒരാളെ പറഞ്ഞു വിടുക, ഗ്രൗണ്ടിൽ റിപ്പോർട്ട് ചെയ്യുക, ഇതിനൊക്കെ എക്സ്പെൻസ് ഉണ്ട്. നല്ല റിസർച്ച് ടീം ഉണ്ടാകണം. അപ്പം ഇതിന് പറ്റിയ പഴയ പോലെ ചാനൽ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതെങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്തതിന് നല്ല ആൾക്കാരെ എടുക്കണം, നല്ല ടാലൻസിന് പണം കൊടുക്കണം. അതൊരിക്കലും ഫ്രീ ആയിരിക്കത്തില്ല. മോശമായ ടാലൻസിന് അത്രയും പണം കൊടുത്താൽ മതി. നല്ല ടാലൻസിന് പണം കൊടുത്തേ മതിയാവത്തുള്ളൂ. അതാണ് ഇതിൻ്റെ ബേസിക് ഇഷ്യൂ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ളവരെ എടുക്കുക. എനിക്കറിയാവുന്ന പല ടീമംഗങ്ങളുണ്ട് എൻ്റെ കൂടെ, തെഹൽക്കയിലും മറ്റു പല ചാനലുകളിലൊക്കെ വർക്ക് ചെയ്ത് ഹൈലി ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പം അവരെയൊക്കെ ഒത്തൊരുമിപ്പിച്ച് ഇതിന് പല മൾട്ടിപ്പിൾ ലാംഗ്വേജിൽ കൂടെ ഇത് പോകുമ്പോൾ മാത്രമേ ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്തുവാന്ന് നമുക്ക് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ സഹകരിക്കുന്നതിന് വളരെ നന്ദി. ഫർദർ നിങ്ങളുടെ എല്ലാ സഹകരണം ഇതിൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് പൂർണ്ണമായിട്ടും വളരെ സ്നേഹത്തോടു കൂടെ പ്രതീക്ഷിക്കുന്നു.